എന്താണ് കരിമലയിലാ ട്രീറ്റ്മെന്റിന് ചേർന്നത്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന കരിമല ഹോസ്പിറ്റലില്ലേ, പരുമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്, പരുമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചറിയാൻ പറ്റി ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് ഈ എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. അതാണ് ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇത് കേട്ടപ്പോ ഒരു ചെറിയത് അന്നത്തെ അഹങ്കാരത്തിൽ. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഏറിപ്പോവുകയും ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് രേണുസുതി. അപ്പോൾ രേണുസുതിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം രേണുസുതി ഒരു ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ഈ പറയുന്ന ക്യാൻസറിൻ്റെ ടെസ്റ്റ് ചെയ്യുകയും ആ ടെസ്റ്റിൽ രേണുസുതിക്ക് സെക്കൻഡ് സ്റ്റേജ് ക്യാൻസർ ആണെന്നുള്ള ഒരു വിവരമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിവരം പുറത്തു വിട്ടത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലെ നേഴ്സിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സുമാരെല്ലാം ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ആളുകളുടെ അസുഖങ്ങളെക്കുറിച്ച് പറയുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ രേണുസുതി എന്നല്ല, ആരുടെ കാര്യമാണെങ്കിലും ഈ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചത്ത് ജീവിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതായത് എത്രയോ വർഷങ്ങൾ വേദന തിന്നിങ്ങനെ ജീവിക്കേണ്ട ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചികിത്സയിൽ ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇതിന് അനുഭവിക്കേണ്ടി വരുന്ന വേദന എന്ന് പറയുന്നത് അത് ഭയങ്കരം തന്നെയാണ്. അപ്പോൾ ഇത്രയും നാളും രേണുസുധീനെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരുന്നവർ വരെ ഇന്നലെ വീഡിയോസ് ഇട്ടത് കണ്ടു. അപ്പോൾ ആ വീഡിയോസ് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് പോലും അവർ പറയുന്നത് ഇത്രയും നാളും ചെയ്തതിൻ്റെ കുറ്റമാണ്, ഇത്രയും നാളും ചെയ്തതിൻ്റെ. എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രേണുസുധി എന്താണ് ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യാത്ത എന്ത് കാര്യമാണ് രേണുസുധി ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ചില കാര്യങ്ങൾ ശരിയാണ്, ചില കാര്യങ്ങളിൽ ഇപ്പോൾ ആ വീടിൻ്റെ കേസാണെങ്കിലും, അതായത് സഹായിച്ചവരെ വന്നിട്ട് ചീത്ത വിളിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുക, അതായത് പുതിയ പരിപാടിയാണല്ലോ സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ള പരിപാടി. അപ്പോൾ അത് ഈ പറയുന്ന രേണുസുധി മാത്രമല്ല, എല്ലാ സെലിബ്രിറ്റീസും ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ അതൊക്കെ എന്തോ വലിയൊരു കുറ്റമാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടു. പലരും ഈ പറയുന്ന രേണുസുധിനെ എടുത്തിട്ട് അലക്കുന്നത് കണ്ടു. എന്നിട്ടും ഇപ്പോൾ ഒരു അസുഖം വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്ന വീഡിയോയിൻ്റെ ഇടയിലൂടെയും, അതായത് ഈ രേണുസുധിന് ഈ അസുഖമാണ്, ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വിഷമമായിരിക്കും, ഭയങ്കര വേദനയായിരിക്കും, നമുക്ക് ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അസുഖം വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം, എന്നാലും രേണുസുധി ഇത്രയും നാളും ചെയ്തതിൻ്റെതാണ് എന്നൊക്കെ രീതിയിലുള്ള വീഡിയോസ് കണ്ടു. ഇങ്ങനെ ഇപ്പം ഞാൻ പറയട്ടെ, ഈ പറയുന്ന രേണുസുധി ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന അസുഖം വരിക എന്നെല്ലാം പറയുന്നത്, ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാത്തത്. എന്നിട്ട് അവരുടെ പേരോ ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ പറയുന്നവരുടെ പേര് ഇങ്ങനെ വന്നിങ്ങോട്ട് അടിച്ച് വിടുകയാണ്. അതായത് ഇത്രയും നാളും നാട്ടുകാരെ അവർ ഈ പറയുന്ന പോലെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലോ പരിപാടി ചെയ്യുന്നത്, അതിൽ നല്ലതും ഉണ്ടാവും മോശവും ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ പേരിലാണ് ഈ പറയുന്ന അസുഖം വന്നതെന്നൊക്കെ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും പറയാന്നൊക്കെ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ വരുമോ അസുഖം? അസുഖം വരിക എന്നല്ല പറയുന്നത്. ഇപ്പോൾ ക്യാൻസർ വരിക എന്ന് പറയുന്നത്, അയ്യോ നമ്മൾ എന്തൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെ വെച്ചിട്ടാണോ അസുഖം വരുന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ. അതിപ്പോൾ ആർക്കാണ്, എനിക്കാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും എപ്പം വേണമെങ്കിൽ വരാവുന്ന കാര്യമാണ് ഈ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടൊന്നുമല്ല. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറേ എന്താ പറയുക വൾഗറായിട്ടുള്ള വീഡിയോസ് ഇട്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അസുഖം വരുമോ? അങ്ങനെയാണ് വരുന്നത്? അല്ലല്ല. അപ്പോൾ ഈ പറയുന്ന രേണുസുധീനോടുള്ള ദേഷ്യം എന്ന് പറയുന്നത്, ഈ പറയുന്നത് രേണുസുധി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ നാവുകൊണ്ട് കാണിക്കുന്നു, ഇങ്ങനെ എന്താ പറയുക കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത എന്തെല്ലോ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് രേണുസുധിക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിൽ വന്നിട്ടുള്ള ഈ പറയുന്ന കിച്ചു, അതായത് സ്വന്തം മോനായിട്ടുള്ള കിച്ചുവിനെ നോക്കുന്നില്ല, കിച്ചുവിന് നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്രയും നാളും സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ രേണുസുധീൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ അന്നൊരു 5-8 വീഡിയോസ് വരും. അങ്ങനെ രേണുസുധീനെ വെച്ച് മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ പറയുന്ന വാർത്ത, അതായത് രേണുസുധിക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് വാർത്ത സത്യസന്ധമായിട്ടുള്ള വാർത്തയാണെങ്കിൽ, ഇത്രയും നാൾ ഇവരെ വെച്ചിട്ട് ഡെയിലി വീഡിയോ ചെയ്തുകൊണ്ടിരുന്നവർ ഈ പറയുന്ന രേണുസുധീനെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവും. കാരണം
അത്രത്തോളം ഇപ്പം എനിക്ക് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് രേണുസുതി മാത്രം കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാനൽ വരെയുണ്ട്. അതിൽ രേണുസുതി അവിടെ എന്ന് പറഞ്ഞ് തുമ്മി അന്നേരം ഇവിടെ വീഡിയോ ഇടും. ഈ പറയുന്ന രേണുസുതി വലിയ മറ്റേ മനസ്കയാണ് അല്ലെങ്കിൽ മഹാനുഭാവയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ രേണുസുദീനെ പോലെ തന്നെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ രേണുസുദീൻ്റെ പേര് ഇടുമ്പോൾ മാത്രമേ കുറച്ച് റീച്ച് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം എല്ലാ കേസും. ശരിയാണ്, രേണുസുദി ചെയ്യുന്ന കാര്യങ്ങളെ വെച്ചിട്ട് വല്ലപ്പോഴും ഒരു വീഡിയോ, ഒരു മാസത്തിലൊരു വീഡിയോ അല്ലെങ്കിൽ മാസത്തിൽ 2 വീഡിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തെങ്കിൽ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇന്നിപ്പോൾ രാവിലെ എണീറ്റു രേണുസുദീൻ്റെ ചാനൽ നോക്കുന്നു. രേണുസുതി ഒരു പാട്ട് പാടി. അയ്യോ, രേണുസുതി പാട്ട് പാടുന്ന സമയത്ത് നാവ് കണ്ട് ഇങ്ങനെ ആക്കി അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ പൊന്നടാവേ സമ്മതിക്കണം. അതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ പറയുന്ന ഇത്രയും ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചു ഞാൻ രേണുസുദീൻ്റെ വലിയ ഫാനാണെന്നോ അല്ലെങ്കിൽ രേണുസുതി വലിയ ആക്ട്രസ് ആണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇതാണ് സംഭവം. അപ്പം എന്തായാലും ഈ ഒരു കാര്യം, അതായത് ക്യാൻസർ ആണെന്നുള്ള കാര്യം രേണുസുതി വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ പലരും ഇതേപോലെ വോയിസ് ആയിട്ടും ഇതൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അതിപ്പം എന്നിട്ട് വേറൊരു പ്രശ്നം കൂടി, അതായത് രേണുസുതിക്ക് ഈ ഒരു അസുഖം ആയിട്ട് പോലും അവർ ഇത് പുറത്ത് കാണിക്കാണ്ട് വീണ്ടും ഈ പറയുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നു. ഇവിടെ ഒരാൾക്കൊരു അസുഖം വന്നെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ പുറത്ത് ഇങ്ങനെ വന്നിട്ട് അയ്യോ എനിക്ക് അസുഖമാണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. അവർക്ക് ചിലപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്യാമറേൻ്റെ മുമ്പിൽ വന്നു കഴിയുമ്പം അയ്യോ എനിക്ക് ക്യാൻസർ ആണല്ലോ, അയ്യോ എനിക്ക് അസുഖമാണല്ലോ, എന്നാൽ ഞാനിങ്ങനെ അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ എത്രയോ പേര് എനിക്കറിയുന്ന പക്ഷേ ആ കുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. പക്ഷേ വർഷങ്ങളോളം 5-8 വർഷമായിട്ട് ക്യാൻസർ സർവൈവറായിരുന്നു. എന്നിട്ട് അവരൊക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും അടിപൊളിയായിട്ട്, സാധാരണക്കാർ അത് ഒരു പ്രശ്നമില്ലാത്തവർ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ജീവിച്ച കുട്ടിയാണ്. അതേപോലെയാണ് ചിലപ്പോൾ അസുഖം വന്നു കഴിയുമ്പോൾ ചിലപ്പം ഇതൊക്കെ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ ചിലപ്പം ജീവിക്കും. അതിനൊക്കെ വന്നിട്ട് കുറ്റം പറയാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു സംഭവമാണ് രേണുസുതിക്ക് ക്യാൻസർ ആണെന്നുള്ളത്. അങ്ങനെ ആവാതിരിക്കട്ടെ, അത് ആണോ അല്ലയോ എന്നുള്ളതൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. പക്ഷേ ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആളുകൾ വന്ന് പറയുന്നുണ്ട് രേണുസുതിക്ക് ക്യാൻസർ ആണെന്നുള്ളത്. അപ്പോൾ ക്യാൻസർ ആയിട്ട് പോലും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നും പറയുന്നുണ്ട്. എന്ത് പറയാനാണ്? ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ഒരാൾക്കും ഒരു ശത്രുക്കൾക്കും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്ത ഒരാൾക്കാണെങ്കിലും വരാതിരിക്കട്ടെ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അനുകമ്പ അല്ലെങ്കിൽ കുറച്ച് ഒരു വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു അസുഖമൊക്കെ ആണെങ്കിൽ വീണ്ടും വന്നിട്ട് അവരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ അവർ അത് ചെയ്തത് മോശം ഇത് ചെയ്തത് മോശം എന്നെല്ലാം പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അത് ഒരു മോശമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇത് വിരുദ്ധമായിട്ടെല്ലാം തോന്നാം. ചിലപ്പോൾ അയ്യോ നീ ആരുടെ വലിയ അങ്ങനെ മഹാനുഭാവനായിട്ടൊന്നുമല്ല. എന്താ പറയുക, ഈ പറയുന്ന രേണുസുതി ചെയ്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മളും സംസാരിച്ചിട്ടുണ്ട്. എന്നോർത്ത് നമ്മൾ ഈ 24 മണിക്കൂർ ഈ പറയുന്ന രേണുസുതി എന്ത് ചെയ്യുന്നു എന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അസുഖം ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു അയവ് വരുത്തുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ഒരു അസുഖത്തെക്കുറിച്ച് പറഞ്ഞ പെൺകുട്ടീനെ വിളിച്ചിട്ട് ചിലർ എന്താ പറയുക ഭീഷണിപ്പെടുത്തിയെന്നോ, അതായത് പറഞ്ഞ സത്യമാണോ അല്ലെങ്കിൽ മറ്റേ റിപ്പോർട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ അങ്ങനെ കേട്ട്. അതൊക്കെ അവരുടെ കാര്യം. ഓക്കെ, എന്നാലും സ്ഥിരമായിട്ട് രേണുസുദീനെ വെച്ച് പുട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് ചെറിയൊരു ക്ഷീണമായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് ആളുകൾ, അതായത് ഈ ഒരു അനുകമ്പ ഉണ്ടാവുമല്ലോ, അപ്പം രേണുസുദീനെക്കുറിച്ച് ഫുൾ നെഗറ്റീവ് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റീച്ച് കുറയാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് അവരിപ്പം വന്നിട്ട് വേണം പറയും അയ്യോ അത് വെറും ഫേക്ക് പരിപാടിയാണ്, അത് അനുകമ്പയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്നൊക്കെ പറയും. അപ്പോൾ ഏതായാലും രേണുസുതി വന്ന് പറയുന്നത് വരെ നമുക്ക് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു അസംഷനിൽ മാത്രം മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറച്ചൊക്കെ ഒരു മിതത്വം പാലിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവരെക്കുറിച്ച് ഈ വീഡിയോ ചെയ്യുന്നവരും അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഈ പറയുന്ന ചീത്ത വിളിക്കുന്നവരില്ലേ, അവരും കുറച്ചൊരു ഇത് കാണിച്ചാൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്കോ എനിക്കോ ഇന്നോ നാളെയോ
ഈ ഒരു അസുഖം എന്നല്ല, ഏതൊരു അസുഖം എപ്പം വേണേലും വരാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അനുകമ്പ കാണിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നിങ്ങൾ പലരും എന്നെ ചീത്ത വിളിച്ചുകൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക, എന്നാലും കുഴപ്പമില്ല. ഓക്കെ.